റിപ്പയർ ചെയ്യണോ? ചെയ്യാം. ക്ലാസ് മറ്റേ സ്റ്റാൻഡ് എവിടെ ഇരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഭഗവത്ഗീതാരംഭം അധ്യായം 16 ശ്ലോകം 9. 16-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം 16.9. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണാം ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണാം ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതഃ. ശബ്ദാർത്ഥം. ഏതാം ദൃഷ്ടിം ഈ ദൃഷ്ടിയെ അവഷ്ടഭ്യ ആശ്രയിച്ചിട്ട് നഷ്ടാത്മാനഃ നഷ്ടാത്മാക്കളും അല്പബുദ്ധയഃ അല്പബുദ്ധികളും ഉഗ്രകർമാണഃ ഉഗ്രകർമാക്കളും ഹിംസാത്മക കർമ്മം ചെയ്യുന്നവരും അഹിതാഹ ഹിതകാരികളല്ലാത്തവർ ജഗതഃ ജഗത്തിന്റെ ക്ഷയായ ക്ഷയത്തിന് നാശത്തിന് പ്രഭവന്തി പ്രഭവിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ ശീല പ്രഭുപാദ കീ ജയ്. വിവർത്തനം. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടുംക്രിയകളിൽ ഏർപ്പെടുന്നു. ഭാവാർത്ഥം. ആസുര സ്വഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്.
ഇക്കൂട്ടർക്ക് ബുദ്ധി കുറവാണെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. ഈശ്വരൻ എന്തെന്നറിയാത്ത ഭൗതികവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ബുദ്ധിഹീനരും ബോധശൂന്യരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇന്ദ്രിയ സുഖലബ്ധിക്ക് ഉതകുന്ന എന്തെങ്കിലും ഉപാധികൾ കണ്ടുപിടിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുന്നു. അത്തരം ഭൗതികങ്ങളായ കണ്ടുപിടുത്തങ്ങൾ മാനവ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഫലമോ ജനങ്ങൾ അധികം അക്രമാസക്തരും നിഷ്ഠൂരന്മാരുമാകുന്നു. മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. അന്യോന്യം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് രൂപമില്ല. അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കൂട്ടരെ ലോകവൈരികൾ എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ അസുര പ്രകൃതിക്കാർ ഒടുവിൽ സർവസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ആധുനിക ലോകത്തിന്റെ വൻ നേട്ടമായി കരുതുന്ന അണ്വായുധത്തെക്കുറിച്ച് ഈ ശ്ലോകം പരോക്ഷമായി പ്രവചിച്ചിരിക്കുകയാണ്. ഏതൊരവസരത്തിലും മഹായുദ്ധം ഉണ്ടാവാം. അണ്വായുധങ്ങൾ നാശം വിതയ്ക്കാം. അവ ലോകസംഹാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടവയാണ്. ഇതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഈശ്വരവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യ സമൂഹം അത്തരം ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. ലോകക്ഷേമത്തിനോ സമാധാനത്തിനോ വേണ്ടി അല്ല തന്നെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തീഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗുണാദാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനലളിതാൻ ശിവദാവിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ശ്ലോകം 9. അപ്പം ആസുര സ്വഭാവമുള്ള വ്യക്തികൾ അവരെങ്ങനെ പെരുമാറുന്ന കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കറിയാം, അപ്പം ഈ നിഗമനങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അതിൽ പറയുന്നു, ചെയ്യേണ്ടത് എന്തെന്നോ ചെയ്യരുതാത്ത എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. രണ്ടാമതായിട്ട് പറയുന്നു, ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്ന്, അതിന് നിയന്താവായ ഒരു ഈശ്വരനും ഇല്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിൻ്റെ ഉത്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ട് ഇല്ല എന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ആസുര സ്വഭാവമുള്ള വ്യക്തികൾ അവരെന്താണ് അവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭഗവാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ അസ്തിത്വമില്ല എന്നും അടിസ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഭഗവാൻ തന്ന ശക്തികൾ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുകയാണ് ഭഗവാനില്ല, അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകത്തിന് ഒരു കാരണമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്, ഈ ഭൗതിക ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാൻ ഉണ്ടെന്ന് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അത് എളുപ്പമായിട്ട് മാർഗം എന്താണ്, ഭഗവാൻ ഇല്ലാന്ന് ചിന്തിച്ചുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്, ഈ ഭൗതിക ലോകത്തിനെ ആസ്വദിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ, പൂച്ച പലപ്പോഴും പാല് കുടിക്കുമ്പോൾ എന്താ ചെയ്യുക, കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കില്ലേ. പൂച്ച ചിന്തിക്കുന്നതാണ്, ആരും കാണുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഭൗതികവാദികൾ എന്താണ് ചിന്തിക്കുന്നത്, ഭഗവാൻ ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് അവരെല്ലാം കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു ചിന്താഗതിയോടെയാണ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും ഒരു സ്വാർത്ഥ ചിന്താഗതി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവും. കാരണം അവരെന്താ ചിന്തിക്കുന്നത്, ഭഗവാനില്ല, ഇതൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴാണോ ഭഗവാനെ മറന്ന് നമുക്ക് ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നത്, അപ്പോൾ നമുക്കവിടെ മത്സരതാ ബുദ്ധി അവിടെ വരും. നമ്മൾ എന്തൊരു കാര്യം എടുത്താലും ഭൗതിക ലോകത്തിൽ നമുക്ക് എത്രത്തോളം നമ്മൾ മത്സരതാ ബുദ്ധിയോട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ കൂടി ഒരിക്കലും അദ്ദേഹത്തിന് ആ സന്തോഷം പൂർണ്ണമായിട്ട് നേടാൻ സാധിക്കില്ല. കാരണം എന്താണ്, കാരണം ഒരു വ്യക്തി ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുമ്പോൾ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ വേറൊരു വ്യക്തി ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് എന്തൊരു കാര്യം എടുത്താലും, ഒരു പരീക്ഷ എടുത്താലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം എടുത്താലും നമ്മളെക്കാട്ടും അതിന് വെല്ലുന്നൊരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾ സന്തോഷം കണ്ടെടുത്താൻ ശ്രമിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷം കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഭഗവാനെ മറന്നുകൊണ്ടാണ് സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെ ഭഗവാൻ ഇല്ല, അപ്പം എന്താണ്, ഇപ്പം ഞാനാണ് ഇതിൻ്റെ എൻജോയർ എന്ന് ചിന്തിക്കാം. പക്ഷേ നമ്മളെക്കാട്ടും കഴിവുള്ള വ്യക്തി ഉണ്ടാവും, നമ്മളെക്കാട്ടും ബുദ്ധിയുള്ള വ്യക്തി ഉണ്ടാവായിരിക്കും, നമ്മളെക്കാട്ടും ഓർമ്മശക്തിയുള്ള വ്യക്തികൾ ഉണ്ടാവായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ കാണുന്ന സമയത്ത് ഒരു വ്യക്തിയെക്കാട്ടും ഉയർന്ന രുചിയിൽ ഒരു വ്യക്തി സന്തോഷം ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു അസൂയയും ഇതൊക്കെ വരും, നമുക്ക് നോക്കാൻ ഒരു അഹങ്കാരമൊക്കെ വരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും സന്തോഷം കാണാൻ സാധ്യമല്ല. അതാണ് നമുക്കിന്ന് കാണുന്നത് ഈ ലോകത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എപ്പോഴാണ് നമ്മൾ ഭഗവാനെ അംഗീകരിക്കുകയും ഭഗവാന്റെ അംശങ്ങളാണ് ഈ കാണുന്ന എല്ലാ ജീവാത്മാക്കളും, അപ്പോൾ എല്ലാവർക്കും സന്തോഷം, ഭഗവാൻ സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവരും സന്തോഷം കിട്ടുന്നു. അപ്പം ഞാൻ മാത്രമല്ല, നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന കാര്യം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് എല്ലാവരും സന്തോഷം കാണാൻ സാധിക്കുക ഈ ഭൗതിക ലോകത്തിൽ. അല്ലാതെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരിക്കലും പൂർണ്ണ സന്തോഷം കാണാൻ സാധിക്കില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും എന്താ ചെയ്യുന്നത്, അണ്വായുധങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് അല്ലേ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് അതിനെക്കാട്ടും അത്രയും ഒരു ആങ്സൈറ്റിയാണ് അല്ലേ അവർക്ക്. നമ്മളൊരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും ശക്തിയുള്ള വേറൊരു അണ്വായുധം വേറൊരു രാഷ്ട്രം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അവർ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് സന്തോഷത്തോടെ കിട്ടുന്നില്ല. കാരണം എന്താണ്, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുകളിൽ വേറെ അന്വാദം അവർ ഉപയോഗിക്കും. അത് നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയോട് ഒരിക്കലും നമുക്ക് ഭൗതിക ലോകത്തിൽ സന്തോഷം കാണാൻ സാധിക്കില്ല. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള ചിന്താഗതിയും ആത്മീയ ലോകത്തിലെ ചിന്താഗതി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മരമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു മരത്തിൽ നല്ല മാമ്പഴം കായ്ച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, അപ്പോൾ അവിടെ പല വ്യക്തികൾ വരികയാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് നല്ലോണം മരം കയറി മാമ്പഴം പറിക്കാനുള്ള കഴിവുണ്ട്. കുറച്ച് വ്യക്തികൾക്ക് എന്താണ്, കുറച്ച് മരത്തിൽ കയറാൻ പറ്റുമായിരിക്കും, കുറച്ച് ഒരു ഹൈറ്റ് വരയ്ക്കും, അതിന് മുകളിൽ അത്രയും കയറാൻ സാധിക്കില്ല. പിന്നെ ചില വ്യക്തികൾക്ക് എന്താണ്, അവർക്ക് മരം കയറാൻ അറിയില്ല. അപ്പോൾ അവരവിടെ നോക്കി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റിയ വ്യക്തി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് കൂടുതൽ മാമ്പഴം അദ്ദേഹം എടുത്തുകൊണ്ട് അദ്ദേഹം പോകും. അപ്പോൾ ഇത് എൻ്റെ എൻജോയ്മെൻറ്റിനാണ്. ബാക്കിയുള്ള വ്യക്തികൾ നോക്കി നിൽക്കും. അപ്പോൾ അവർക്ക് ആ വ്യക്തിയുടെ അസൂയ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ആത്മീയ ലോകത്തുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആത്മീയ ബോധമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യുക, അദ്ദേഹത്തിന് കിട്ടിയ കഴിവ് എന്താ മനസ്സിലാക്കുക, ആദ്യം എനിക്ക് ഭഗവാൻ തന്നൊരു കഴിവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതേ മരത്തിൽ കയറിയ ശേഷം ആ മാമ്പഴമൊക്കെ പറിച്ച ശേഷം എന്ത് ചെയ്യും, അദ്ദേഹം മനസ്സിലാക്കും ഇതൊക്കെ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ കഴിവും എനിക്ക് കിട്ടിയ ആ കാരുണ്യത്തിനും എല്ലാവർക്കും വിതരണം ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ആ മാമ്പഴം എടുത്തിട്ട് ഈക്വലായിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു ചിന്താഗതിയിലെ വ്യത്യാസം. ഭൗതിക ലോകത്തിലെ വ്യക്തി ചിന്തിക്കുകയാണ് ഇത് എൻ്റെ ആസ്വാദത്തിന് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ ആത്മീയ ലോകത്തിലെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ഇത് ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി തന്നെയാണ് നമുക്ക് ലോകത്തിൽ തീർച്ചയായിട്ടും ശാന്തിയും സമാധാനവും കൊണ്ടുവരും. അല്ലാതെ നമ്മൾ എന്തൊക്കെ നമ്മൾ ശ്രമിച്ചാലും, നമ്മൾ ശീല പ്രഭുപാദ് പറയുന്നത് തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവിടെയും അത് ഉണ്ടാക്കിയ ശേഷവും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, അവിടെ ഒരു ഐക്യത നമുക്കില്ല അല്ലേ. ഐക്യത എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിനെ പുറത്ത് നോക്കി കഴിഞ്ഞാലും അവിടെ വീണ്ടും പല പല രാജ്യങ്ങളുടെ കുടികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കൊരു കേന്ദ്ര ബിന്ദുവായിട്ട് ഭഗവാനാണ്. ഭഗവാൻ സേവനം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ശാന്തിയും സന്തോഷം കിട്ടുമുള്ള തത്വം മനസ്സിലാക്കാത്തത്തോളം കാലം നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ എപ്പോഴാണോ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ വ്യക്തികളൊക്കെ ഈ ഒരു തത്വത്തിനെ മനസ്സിലാക്കുന്നത് അന്ന് മാത്രമായിരിക്കും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് നേടാൻ സാധിക്കുക എന്ന കാര്യം പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ആദ്യമായിട്ടും പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയാണ് അല്ലേ, ഈ നിബന്ധനകളെ തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരായ അല്പബുദ്ധികൾ ലോകനാശകരമായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ ചെയ്യുന്നത് തെറ്റായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫാക്ടറി പോവാണ്, ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യുക, ഒന്നിനും നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിൻ്റെ മാനുവൽ എടുത്ത് പഠിച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ മെഷീൻ കേടായി പോകാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന ശേഷം ഈ ഭൗതിക ലോകത്തിൻ്റെ തത്വം എന്താണെന്നും അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇതിനെ ആസ്വദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിനാശമായി സംഭവിക്കുകയുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാൽ കൂടി എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ നാശത്തിനോട്ടാണ് വിതയ്ക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 95% കാര്യങ്ങൾ എടുത്താലും നമുക്ക് അത് കാണാൻ സാധിക്കും. കാരണം എന്താണ്, അത്
നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവും ബുദ്ധിയും കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുന്ന ഭഗവാനിൽ നിന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് എൻ്റെ എൻജോയ്മെൻറ്റിന് മാത്രമാണ് ചിന്താഗതി വരും. അപ്പം അങ്ങനെ ചിന്താഗതി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ നമുക്ക് പലപ്പോഴും അസൂയയും അഹങ്കാരവും, പിന്നെ നമുക്ക് ഒരു ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത് കിട്ടുന്നതൊക്കെ എനിക്ക് ഭഗവാൻ തരുന്ന കാരുണ്യമാണ് എന്നുള്ള കാര്യത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. കാരണം ആ തത്വം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലായിടത്തും മൈത്രി ഭാവത്തോടെ അദ്ദേഹത്തിന് പെരുമാറാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി ഭഗവാനെ മറന്നുകൊണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാത്തിനും നമുക്ക് നാശം വിതയ്ക്കുന്നത് എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിൽ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും എത്ര കണ്ടുപിടുത്തങ്ങളാണ് ശരിക്കും അത് ശാന്തി സമാധാനത്തിലോട് നയിച്ചതെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമേ ഇല്ല എന്ന് പറയാൻ സാധിക്കും. അല്ല, നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ച ശേഷവും ഒരിക്കലും മനുഷ്യന് യഥാർത്ഥമായിട്ടുള്ള ശാന്തി സമാധാനം കിട്ടിയോ? ഇല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആധുനിക ലോകത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പല ഉപകരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. നമ്മൾ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് നമ്മുടെ ജീവിതം അതിനെ വളരെ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പല കാര്യങ്ങളും. പക്ഷെ അത് കണ്ടുപിടിച്ചെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് യഥാർത്ഥമായിട്ട് ശാന്തി സമാധാനം കിട്ടിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൈൻഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? അപ്പോൾ അമ്മമാരും അമ്മിക്കല്ലിലൊക്കെയാണ് ഇതൊക്കെ ഇത് ചെയ്യുന്നില്ല വരയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അവർ ഹെൽത്തി ആയിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി വളർന്നെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആൾക്കാരെന്താ ചെയ്യും? മടിയന്മാരായിട്ട് മാറാണ്. അപ്പോൾ മടിയന്മാരായിട്ട് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ശരീര വ്യായാമം ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പല രോഗങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ഈ വ്യായാമം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് അവിടെ പൈസ കൊടുത്ത് നമ്മൾ പലപ്പോഴും എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രൂവ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ടെക്നോളജി കണ്ടുപിടിക്കുന്നുണ്ട്, നമ്മൾ അതിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ടെക്നോളജി കണ്ടുപിടിച്ചെങ്കിൽ അത് ഇതിൻ്റെ ശക്തിക്ക് നിങ്ങൾ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള പെർഫെക്ഷൻ എന്നാണ് പ്രൂവ എന്ന് പറയുന്നത്. കാരണം പ്രൂവാൻ്റെ അടുത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും ടെക്നോളജിക്ക് എതിരാണല്ലോ, അപ്പോൾ നിങ്ങൾ ടെക്നോളജിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് കുറ്റം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പലതും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുകയാണ്, നമ്മളതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും തെറ്റല്ല, പക്ഷേ ആ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ എപ്പോഴാണ് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ പരിപൂർണത തത്വം പ്രൂവ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. കൃഷ്ണാബോധത്തിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ടെക്നോളജി വേണ്ടാന്ന്. പക്ഷേ ടെക്നോളജി നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണ്, യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കൃഷ്ണാബോധം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ തത്വം മനസ്സിലാക്കാതെ അസുരന്മാരായ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എൻ്റെതിന് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്താഗതിയോടെ അവർ സ്വരൂപിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വേറൊരു വ്യക്തികൾ എന്ത് ചെയ്യും? ആ വ്യക്തിയോട് അസൂയ തോന്നുകയും അവിടെ യുദ്ധങ്ങളും ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്നുള്ള കാര്യമാണ് ഇവിടെ ശീലപ്രഭ നമുക്ക് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ മെയിനായിട്ട്. അപ്പോൾ ഇതിലും അടുത്തായിട്ട് പറയുന്നത് എന്താണ്? വേറൊരു കാര്യം പറയുന്നതാണ്, നമുക്ക് നോക്കുകയാണെങ്കിൽ പല അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള റീസൺ എന്താണ്? നമ്മൾ ചിന്തിക്കുകയാണ്, മനുഷ്യന്മാരെ ജനിച്ച് നമ്മൾ ബാക്കിയുള്ള ജീവജാലങ്ങളെക്കാളും ബുദ്ധിമാന്മാരാണ്, അപ്പോൾ എനിക്ക് എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട് പലപ്പോഴും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മളും പല ജന്മങ്ങളും പല മൃഗങ്ങളായിട്ട് ജനിച്ച വ്യക്തികൾ തന്നെയാണ്. ഇപ്പം നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ ഒരു മനുഷ്യനും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കാതെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ജീവജാലങ്ങൾ ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കരുണയെ നമ്മൾ കാണാൻ സാധിക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി നമ്മൾ അതിനെ കൊന്നു തിന്നുക എന്നുള്ളത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അത് നിർഭാഗ്യവശാൽ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്ത് ചെയ്യണം? നമുക്ക് റിയൽ ആയിട്ടുള്ള നോളജ് ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാലത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കിട്ടണം തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിനാണ് ശീലപ്രഭ നമുക്ക് പുസ്തക വിതരണത്തിനെ പറ്റി പറയുന്നത് പലപ്പോഴും. കാരണം നമ്മൾ പുസ്തക വിതരണം ചെയ്യുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് പലപ്പോഴും എന്താണ് ആ വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അല്ല. നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണ്? നമുക്ക് ലീഡറായിട്ടുള്ള വ്യക്തികളെ കൃഷ്ണമൂർത്തിലോട്ട് കൊണ്ടുവരും. കാരണം അവർ പറയുന്ന വ്യക്തികൾ എന്താണ്? ബാക്കിയുള്ള വ്യക്തികൾ കേൾക്കും അല്ലേ. ആചാര്യ ശ്രേഷ്ഠ തത്തദേവ ധരോജന സയത് പ്രമാണം കുരുതേ യോഗസ്തത് അനുവർത്തതേ അല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഉയർന്ന വ്യക്തികൾ അല്ലേ, ലീഡേഴ്സായിട്ടുള്ള വ്യക്തികൾ ഫോളോ ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള വ്യക്തികൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളൊരു ലീഡറായിട്ടുള്ള വ്യക്തി സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കുട്ടികളും സിഗരറ്റ് വലിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഒരു വ്യക്തി അഡ്വർടൈസ്മെൻറ്റ് ഇത് ചെയ്യുന്നു, അപ്പോൾ ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? കണ്ടുകൊണ്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് കൃഷ്ണാവബോധ പ്രചരണം ചെയ്യാം. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പുസ്തക വിതരണം തന്നെയാണ്. ശീലപ്രഭുപാദ് പറയുന്നൊരു കാര്യം തന്നെയാണ്. കാരണം
നമ്മൾ പ്രചരണം ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ പ്രചരണം ചെയ്യാം അല്ലേ. പക്ഷെ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ബുക്സ് ആർ ദ ബേസിസ് എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. ബുക്കുകളാണ് അടിസ്ഥാനം. ആ പുസ്തകത്തിനെ വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂട്ടം ജനതയെ നമുക്ക് കൃഷ്ണമതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളുടെ 1-2 മിനിറ്റിൻ്റെ ഒരു ബ്രീച്ചിങ് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. പക്ഷേ എൻ്റെ ഒരു പുസ്തകം ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ട് ചെയ്യുന്നതാണ് ശീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശീല പ്രഭുപാദിനെ അനുവർത്തിക്കുന്ന ഭക്തന്മാർക്ക് പുസ്തക വിതരണം ആത്മാർത്ഥമായി ചെയ്യുന്നത്. കാരണം എന്താണ്? അതിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിലൂടെ പ്രഭുപാദ് ആക്ട് ചെയ്യുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം എന്താണ്? നമ്മളൊരു പുസ്തകം ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി വായിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റം സംഭവിക്കാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അറിയില്ല, നമുക്ക് ഏത് രീതിയിലാണെന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ധർമ്മം തന്നെയാണ്. കാരണം നമുക്ക് കണ്ടിരിക്കാം, ചിലപ്പോൾ ആൾക്കാർ അസുരന്മാരെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മളത്ര എംപവേർഡ് അല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശീല പ്രഭുപാദിൻ്റെ ഒരു ഗ്രന്ഥം എടുത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ശീല പ്രഭുപാദിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വിതരണം ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് വ്യക്തികളുടെ ഈ ചിന്തകൾ മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താ കൃഷ്ണാമത പ്രസ്ഥാനത്തിൽ നമുക്ക് സങ്കീർത്തനം നമ്മൾ ചെയ്യുകയും പുസ്തക വിതരണം ചെയ്യുന്നതിലൂടെ ആണ് നമുക്ക് ഒരു കൂട്ടം വ്യക്തികളെ നമുക്ക് മാറ്റാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ ചിന്തിക്കാതെ ഞാൻ ചെയ്യും നീ ചെയ്യും വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അത് നടക്കില്ല. പക്ഷേ അത് ഓരോ വ്യക്തിയുടെ ധർമ്മം തന്നെയാണ് എന്നാണ് ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആ രീതിയിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് നമുക്കറിയാം നമുക്കൊരു വ്യക്തിയെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കാം ഒരു വ്യക്തിയുടെ ചിന്താഗതി മാറ്റാൻ. പക്ഷേ ശീല പ്രഭുപാദിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പം ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പോയി സംസാരിച്ച് തർക്കിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉപയോഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? പക്ഷെ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ പ്രചരണം ചെയ്യുമ്പോഴും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് കൃഷ്ണത്തിൽ ഇഷ്ടം കൂട്ടുകയാണെന്നാണ് നമ്മുടെ ഇൻറ്റൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ തർക്കിച്ച് നമ്മൾ തർക്കം ജയിച്ചാലും ആ വ്യക്തി കൃഷ്ണഭക്തിയോട് അകൽച്ച കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിട്ട് നമ്മൾ പ്രചരണം ചെയ്യണം. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം പ്രഭുപാദിന് ഗ്രന്ഥങ്ങൾ കൊടുക്കാനുള്ള കാര്യം തന്നെയാണ്. കാരണം ബാക്കി പ്രഭുപാദിന് ഗ്രന്ഥം അദ്ദേഹത്തിൽ സംസാരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിലൂടെ മാത്രമാണ് നമുക്ക് ഈ ആസുര സ്വഭാവമുള്ള വ്യക്തികളെ നമുക്ക് മാറ്റാൻ സാധിക്കുക എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ഈശ്വര വിശ്വാസം ഇല്ലാതെ ഉള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യം അല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ അവരെ എന്ത് ചെയ്യാം? നമ്മൾ കൃഷ്ണാവത പ്രസ്ഥാനത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങൾ ഹരേ കൃഷ്ണമാതിരി ജപിക്കുകയുള്ള കാര്യം പറയാം. പിന്നെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? നമുക്ക് ഇവിടെ കൃഷ്ണാമോദത്തിനെ പറ്റിയുള്ള തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, നമ്മൾ വരുമോ എന്ന കാര്യം നമുക്ക് ഒരു 2 വാക്ക് എല്ലായിടത്തും നമ്മൾ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെയും കൃഷ്ണാമോദത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ 95% ആൾക്കാർ ഒരിക്കലും കൃഷ്ണനെ അറിയണമെന്ന് ചിന്തിച്ചുകൊണ്ട് പോയ വ്യക്തികളായിരിക്കില്ല പലപ്പോഴും. ഏതെങ്കിലും ഒരു വ്യക്തി നമുക്കൊരു പുസ്തകം തരികയോ അല്ലെങ്കിൽ ഭഗവാൻ നാമം പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അമ്പലത്തിലോട്ട് വരുമോ എന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് 95% ആൾക്കാരും കൃഷ്ണഭക്തിയിലോട്ട് വന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എത്രയോ പേര് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ റേഷ്യോ എടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു കർത്തവ്യം ഉണ്ട് നമുക്കില്ലേ, നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ നല്ല രീതിയിൽ കൃഷ്ണാവതം നമ്മൾ പരിശീലിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമാവാനുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല പ്രസ്ഥാനങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും എത്രയോ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. നമ്മൾ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്, പക്ഷേ കൃഷ്ണാവത പ്രസ്ഥാനം എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? കാരണം വെച്ചാൽ അതിൻ്റെ പ്രചരണമാണ് അതിൻ്റെ ആക്ച്വലി നമ്മൾ നോക്കാം അതിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ പ്രചരണം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പോൾ ഒരു ആചാര്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ദീക്ഷ എടുത്ത സമയത്ത് ഭക്തന്മാരോട് അദ്ദേഹം ഒരു ദീക്ഷ കഴിഞ്ഞ് ക്ലാസ് കൊടുത്തു. അപ്പോൾ ആ ക്ലാസ് കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രചരണം ചെയ്യണം, അല്ലെങ്കിൽ പ്രചരണം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണഭക്തിയിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരു മൃതശരീരം പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രചരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ഒരു വ്യാസത്തിൽ ഇരുന്ന് ക്ലാസ് കൊടുക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് പ്രചരണം ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്താ ചെയ്യുക, ഒരു ചെറിയ സേവനം ചെയ്യുമ്പോഴും അതൊരു പ്രചരണമാണ്. നമ്മളൊരു വ്യക്തിയെടുത്ത് നിങ്ങൾ അമ്പലത്തിൽ വരുമെന്ന് പറയുന്നതും പ്രചരണമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളും കൃഷ്ണാവതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹം തന്നെ ഒരു പ്രചരണമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് ആക്ച്വലി പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എല്ലാവർക്കും കൃഷ്ണാവതം ലഭിക്കണം എന്നുള്ള ആ പ്രാർത്ഥനയും ആ ബോധത്തോടെ നമ്മൾ ഓരോ സേവനങ്ങൾ ചെയ്യുന്നു, അതെല്ലാം പ്രചരണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ
പുറത്ത് പോകുമ്പോഴും ഒരു വ്യക്തികളെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും, അവർക്ക് നിങ്ങൾ പറയാം, നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയുള്ള തത്വം നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ പറയുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ല. പക്ഷേ അവർക്കാണെങ്കിൽ എന്താണ് ഒരുപാട് ലാഭം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ ഒരു ശ്ലോകം പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാവം നമുക്ക് ആ ഒരു മൂഡ് വരണമെന്ന് നമ്മൾ എന്താ ചെയ്യുക, ആ മൂടുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കേൾക്കുകയും ആ മൂടുള്ള വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് വരിക നമുക്കല്ലേ. അപ്പോൾ നമ്മൾ നിരന്തരം ശീലപ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് തോന്നും ഞാനും ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് എനിക്കും ഈ പ്രസംഗം ചെയ്യാൻ ഞാനും റെസ്പോൺസിബിൾ ആണ് എന്നുള്ള തോന്നൽ നമുക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ശരി ഞാൻ കൃഷ്ണമത്തിലോട്ട് വന്നു, ശരി ഇപ്പോൾ എനിക്ക് ഇവിടെ ഫെസ്റ്റിവൽസ് ഉണ്ട്, സേവനങ്ങളുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ സേവനം ചെയ്യുന്നു, ഞാൻ എൻ്റെ പാർട്ട് ചെയ്യുന്നു, അത് മതി എന്നുള്ള ആ തോന്നൽ നമുക്ക് എല്ലാവരും വരാം. പക്ഷേ എപ്പോഴാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഗുരുവിനും ശീലപ്രഭുപാദിനും കൃഷ്ണനും വേണ്ടി ചൈതന്യമാപ്രഭുവിൻ്റെ ഈ മൂവ്മെൻറ്റിനോട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ക്ലിയറായിട്ട് നമ്മൾ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു മൂഡിനെ നമ്മൾ എംബ്രേസ് ചെയ്യുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി നമുക്ക് കിട്ടിയ കാരണത്തിന് ബാക്കിയുള്ളവർ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർക്കും ഈ അസുര സ്വഭാവത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കുക എന്ന തത്വമാണ് നമുക്ക് ഈ ശ്ലോകം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ കൃഷ്ണാവബോധത്തിലോട്ട് വന്നു അപ്പോൾ ബാക്കിയുള്ള വ്യക്തികൾക്ക് അസുരന്മാരാണ്, ഞാൻ ഉയർന്ന വ്യക്തിയാണെന്നുള്ള ചിന്താഗതി ഒരിക്കലും പാടില്ല. ഞാനും അവരെ പോലത്തെ വ്യക്തി തന്നെയാണ്, പക്ഷെ ഞാനിപ്പോൾ കുറച്ചെങ്കിലും എൻ്റെ ഉള്ളിലുള്ള അസുര സ്വഭാവങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നുള്ള ഭാഗത്തോടെ വേണം നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാൻ. എന്നാലേ നമുക്ക് അവരുടെ ലെവലിലോട്ട് പോയി പ്രചരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ആ ഒരു തത്വം കൂടിയാണ് ശീലപ്രഭുപാദ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വരും ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അസുര സ്വഭാവം ഉള്ള വ്യക്തികളുടെ എങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നും അപ്പം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരികയാണ്. പക്ഷേ ശീലപ്രഭുപാദിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ഭാവത്തിലും ശീലപ്രഭുപാദ് എങ്ങനെ നമുക്ക് അസുര സ്വഭാവമുള്ള വ്യക്തികളെ കൂടി പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ള തത്വങ്ങളെ കൂടി നമുക്ക് പറഞ്ഞു തരാം ഭഗവത്ഗീതയിൽ. നമുക്ക് ഭഗവത്ഗീതയിൽ എവിടെ എടുത്ത് നോക്കിയാലും നമുക്ക് കൃഷ്ണഭക്തിയെ പറ്റി നമുക്ക് എന്തെങ്കിലും തത്വം അതിൽ പറഞ്ഞാലും സാധിക്കും അല്ലേ. നമ്മളൊരു സ്വീറ്റ് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിടെ കടിച്ചാലും എന്തായിരിക്കും, നമുക്ക് സ്വീറ്റാണ് അറിയാൻ പറ്റുക അല്ലേ. അതിൻ്റെ മുകളിൽ കടിച്ചാലും താഴെ കടിച്ചാലും സ്വീറ്റാണ് കിട്ടുക. അതുപോലെ തന്നെ ശീലപ്രഭുപാദിൻ്റെ പുസ്തകങ്ങൾ നമ്മളെടുത്ത് എവിടെ നോക്കിയാലും അതിന് എങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാൻ കൃഷ്ണമായിട്ടുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണ്ണ നേടിയെടുക്കാൻ സാധിക്കുമെന്ന തത്വങ്ങളെ പറ്റിയാണ് പ്രഭുപാദ് നമുക്ക് കൂടുതലായിട്ടും പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം പറ്റുന്നു. അപ്പോൾ അത് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യവും ആചാര്യന്മാരുടെ കാരുണ്യം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചിന്ത വരാം, അപ്പോൾ എല്ലാവരും അസുരന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അസുര സ്വഭാവമുള്ള വ്യക്തികളാണ്, അപ്പം ഞാൻ മാത്രം ഇവിടെ ഭക്തനായി ഇരുന്നുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തി ഭക്തനായതുകൊണ്ട് എന്താണ് ഈ സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുക എന്ന ചിന്ത നമുക്ക് മനസ്സിലുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അപ്പം നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു വ്യക്തി ഭക്തി തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസ് സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകും അല്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നത് അല്ലേ, അർജുനൻ്റെ അടുത്ത് പറഞ്ഞു മൗന്തേ പ്രതിജാനാഹി നമ്മെ ഭക്ത പ്രണശ്യതി, ഒരിക്കലും ഒരു ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന തത്വം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഒരു വ്യക്തിക്ക് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമുക്ക് ആ ഭഗവാന്റെ പ്രൊട്ടക്ഷനുള്ള വ്യക്തിക്ക് എന്തിനാണ് പേടിക്കേണ്ടത്, ആ വ്യക്തി എന്ത് ചെയ്യണം, അപ്പോൾ എനിക്ക് കിട്ടിയ കാരണത്തിന് ബാക്കിയുള്ളവർ കൊടുക്കാനുള്ള തത്വമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെയും ചൈതന്യമാപ്രഭുവിൻ്റെയും കാരുണ്യം കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം തന്നെ എന്താണ്, നമുക്ക് പ്രചരണം ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ കർമ്മം എല്ലാ രീതിയിലും നമുക്ക് പ്രചരണം ചെയ്യാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യത്തെ കാര്യം നമുക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷനാണ്. ഞാൻ എത്രത്തോളം ആത്മാർത്ഥം ഞാൻ പരിശീലിക്കും കൃഷ്ണാവബോധം, എനിക്ക് എത്രത്തോളം എനിക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഈവൻ ഇഫ് നമുക്ക് ആ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇത് ഗുരുവും കൃഷ്ണനും പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കാലക്രമേണ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കൃഷ്ണൻ്റെയും ഗുരുവിൻ്റെയും കാരുണ്യം കൊണ്ട് നമുക്ക് ആ ഉത്സാഹം നമുക്ക് വരും. നമുക്ക് ഉത്സാഹം ഇല്ലെങ്കിൽ കൂടി നമ്മൾ എന്തായാലും ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഉത്സാഹം ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ ഓഫീസിൽ പോകാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലെങ്കിൽ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്കറിയാം, എനിക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടുന്നതിന് എന്ത് ചെയ്യണം, ജോലി ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യണം, അപ്പോൾ നമുക്ക് കൃഷ്ണഭക്തി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഏറ്റവും നമുക്കൊരു മനുഷ്യനായി നമ്മുടെ ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 14 ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അതിനുവേണ്ടി തീവ്രമായിട്ടുള്ള പരിശ്രമം ചെയ്യണം. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉത്സാഹത്തോടെ ഞാൻ എന്ത് ചെയ്യും, അതിനെപ്പറ്റി വാക്കുകളിലേക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ്റെയും ഗുരുവിൻ്റെയും കാരുണ്യം കൊണ്ട് എനിക്ക് അതിനുള്ള ഉത്സാഹം പതിയെ വരുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കലും പലപ്പോഴും നമുക്ക് ശീലപ്രഭുപാദ ഒരു വ്യക്തി ചോദിച്ചതാണ്, എനിക്ക് പലപ്പോഴും
ഉത്സാഹമില്ല പല കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ പ്രഭുപാദ് അങ്ങ് പറയുന്നു ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യണം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉത്സാഹം കൊണ്ടുവരാൻ സാധിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉത്സാഹം ഇല്ലാന്നുണ്ടെങ്കിലും ഉത്സാഹം വരാൻ വേണ്ടി ഉത്സാഹത്തോടെ നീ സേവനം ചെയ്യാനാണ് ശ്രീല പ്രഭുപാദ് കൊടുത്ത ഉത്തരം. ഉത്സാഹം ഇല്ലെങ്കിൽ നീ ഉത്സാഹം വരാൻ വേണ്ടി ഉത്സാഹത്തോടെ നീ ആ സേവനം ചെയ്യുക. അപ്പോൾ അതിനോട് നീ പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത്. എനിക്ക് ഉത്സാഹമില്ല, എനിക്ക് നാമജീവിക്കാൻ ഉത്സാഹമില്ല, അല്ലെങ്കിൽ സേവനം ചെയ്യാൻ ഉത്സാഹമില്ല, അങ്ങനെ പ്രാർത്ഥന ചെയ്തുകൊണ്ട് നീ നിന്റെ ശ്രമം ചെയ്യുകയാണെന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ കൃഷ്ണാബോധം ആത്മാർത്ഥതയോടെ പരിശീലിക്കുകയാണ് കാര്യമാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. അതിന് നമുക്ക് ഉത്സാഹമില്ലെങ്കിലും ദൃശ്യമില്ലെങ്കിലും അത് എന്താ, ഇത് എന്നെ ഗുരുവിനെയും കൃഷ്ണനെയും ഇത് സന്തോഷിപ്പിക്കും ഉള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആത്മാർത്ഥതയോടെ നമുക്ക് പരിശീലിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകം പറഞ്ഞു തരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഉത്സാഹത്തെ സുഖമാണ് ഒരു വ്യക്തിക്ക് ഉത്സാഹം പരിശീലനം ഇല്ലാത്തതിന് കാരണം അതിന് തുല്യ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത് ആ സേവനം ചെയ്യാൻ പറ്റുന്നത്? അതായത് ആ സേവനത്തിന് തുല്യ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണോ തുല്യ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ഉത്സാഹം രഹസ്യം ഇല്ലാത്തതെന്നാണ് തോന്നുന്നത്. അതേപോലെ നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഈ ഉത്സാഹവും അല്ലെങ്കിൽ നമുക്കുള്ള ഈ ദൃശ്യമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തന്മാരുടെ സംഘം വളരെ ആവശ്യമാണ്. നമുക്ക് ഭക്തന്മാരുടെ സംഘം കിട്ടുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് നമുക്ക് ആ കിട്ടിയ കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, അത് എടുത്തുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടത്. അപ്പം നമുക്ക് എപ്പോഴും മനസ്സ് പല കാരണങ്ങൾ പറയും, കുഴപ്പമില്ല നമുക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും പലപ്പോഴും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഒരു എമർജൻസിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത് നമുക്ക് എത്രയോ ജന്മാന്തരങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കൃഷ്ണാവബോധം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡിവോട്ടി അസോസിയേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് ഭഗവാന്റെ വിഗ്രഹം അമ്പലം നമുക്ക് അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കുക? ഈ കിട്ടിയ കാരുണ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനെ പരിശീലിക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് ഭക്തമായ നമ്മൾ എല്ലാവരും പറയുന്നു ജീവിക്കൂ, ഇത് ചെയ്യൂ, എല്ലാം നമ്മൾക്ക് പറയും. പക്ഷെ ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, നമുക്കൊരാൾ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരാം, അപ്പം നല്ല വിപുല സമൃദ്ധമായിട്ട് നല്ലൊരു വെള്ളി താലത്തിൽ നമുക്ക് എടുത്തു തരും. പക്ഷെ നമ്മൾ എടുത്ത് കഴിക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാം കിട്ടിയിരിക്കുകയാണ് അല്ലെ, കൃഷ്ണാവബോധം എല്ലാം ലഭിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്. നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ ഈ ചെയ്യുന്ന ഒരു കാര്യം ഇത് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണോ അല്ലയോ ഉള്ള ചിന്ത നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെക്ക് പോയിന്റായിട്ട് വെക്കുക. ഞാൻ ചെയ്യുന്ന ഈ കാര്യം ഭഗവാനെയും ഗുരുവിനെയും ഭക്തമാരെ സന്തോഷപ്പെടുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഓർത്തുകൊണ്ട് ഓരോ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്സാഹവും ദൃഢനിശ്ചയവും ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഉത്സാഹം ദൃഢനിശ്ചയം ഇല്ലാന്നുണ്ടെങ്കിൽ ഉത്സാഹം ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ അസോസിയേഷൻ എടുക്കാനുള്ളതാണ് എളുപ്പം. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സേവനം ചെയ്യുന്ന വ്യക്തികളുടെ അസോസിയേഷൻ എടുക്കുക. അപ്പോൾ അവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുക. എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ അതിനെ കേൾക്കുക, നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അപ്പോൾ റെഗുലറായിട്ട് അങ്ങനെ നമ്മൾ സത്സംഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ പ്രഭുവിന് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മംഗളാരതി അറ്റൻഡ് ചെയ്യുക, അപ്പോൾ രാവിലെ ഒന്ന് നാമം ജപിക്കുക, ഭക്തമായിട്ട് പങ്കെടുക്കുക, കുറച്ച് സേവനങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഉത്സാഹം വരും ആക്ച്വലി. കാരണം നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ആ ഉത്സാഹവും ദൃഢനിശ്ചയമുണ്ട് കൃഷ്ണഭക്തി ചെയ്യാൻ. പക്ഷെ അത് നമ്മൾ മറന്നിരിക്കുകയാണ് പല ജന്മങ്ങൾ എടുത്തുകൊണ്ട്. അപ്പോൾ ആ മറവി കൊണ്ടാണ് ഇപ്പോൾ എന്താണ് നമുക്കിപ്പോൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളിപ്പോൾ കുഴപ്പമില്ല, ഞാനിപ്പോൾ രാവിലെ എണീക്കേണ്ട, അല്ലെങ്കിൽ നാമം ജപിക്കേണ്ട, അല്ലെങ്കിൽ സേവനം ചെയ്യേണ്ട, പിന്നെ ചെയ്യാം എന്നാ തോന്നൽ വരുന്നത്. പക്ഷെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ആത്മാർത്ഥമായിട്ട് ആ ഒരു ഉത്സാഹവും ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ സംഘം എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ ഹൃദയത്തിലും എന്താ ചെയ്യുക, ആ ഒരു ഉത്സാഹത്തിന് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസോസിയേഷൻ മാക്സിമം എടുക്കുക. അപ്പോൾ മാക്സിമം അസോസിയേഷൻ എടുക്കുക, അതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള കാര്യമാണ്. നമുക്ക് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിലാണ് നമുക്ക് പലപ്പോഴും എല്ലാവരും നമുക്ക് ഫെയിലിയർ വരുന്നത്. ആ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അറ്റൻറ്റീവായിട്ട് കേൾക്കുക, കേട്ട കാര്യങ്ങൾ പ്രഭു മറക്കാണെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. അപ്പോൾ അതിന് പ്രഭു എപ്പോഴും രാവിലെ എണീറ്റ് അതിനൊന്ന് നോക്കുക, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ആയിട്ട് നമ്മുടെ മടിയിൽ നിന്ന് പുറത്തുവരാൻ സാധിക്കും. മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യം മതി. നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പെർഫെക്റ്റ് സ്റ്റേജില്ല,
100% പെർഫെക്ഷൻ ട്രൈ ചെയ്യാണ്ട് പെർഫെക്ഷൻ പ്രൂവ് വരുന്നത്. അപ്പോൾ അതങ്ങനെയല്ല അതെ. അപ്പോൾ നമുക്ക് നമ്മളെ അപേക്ഷിച്ച് നമുക്ക് സ്പിരിച്വൽ മാസ്റ്റർ പ്ലീസ് ചെയ്യുക തന്നെയാണ് ഭഗവാനെ പ്ലീസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നമ്മളെ അപേക്ഷിച്ച്. അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നാമം ജപിച്ചു, ബുക്ക് വായിച്ചു, എനിക്ക് ഇനി നാളെ ഞാൻ എത്രത്തോളം കുറച്ചുകൂടി ശ്രദ്ധയോടെ നാമം ജപിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി എത്രത്തോളം ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ കുറച്ചുകൂടി കൃഷ്ണാബോധത്തോടെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നലത്തെ കാലം ഞാൻ ഇന്നലെ ചെയ്തതിനേക്കാളും എത്രത്തോളം കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ ഗുരുവിനെയും കൃഷ്ണനെയും പ്ലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സേവനങ്ങൾ ചെയ്യാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ വേറൊരു ഭക്തനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് അത്ര ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ വേറെ ഭക്തന് ഒരുപാട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു അസൂയ നമുക്ക് വരും നാച്ചുറലായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ നമ്മളായിട്ട് നമ്മൾ എപ്പോഴും കോമ്പീറ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ നാമം ജപിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ജപിച്ചു, അപ്പോൾ എനിക്ക് ഇന്ന് ശ്രദ്ധയോടെ ഒരു റൗണ്ടോട് ജപിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ നാളെ എന്ത് ചെയ്യണം? ഞാൻ ഇനി കുറച്ചുകൂടി ശ്രദ്ധയോടെ എനിക്ക് എത്രത്തോളം ശ്രദ്ധയോടെ നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ കാര്യം നമ്മളെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്ഷനോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാം ബാക്കിയുള്ള വ്യക്തിയിൽ, പക്ഷേ ഒരിക്കലും അവരുടെ അടുത്ത് ആ ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ അടുത്തായിട്ട് തന്നെ നമ്മൾ കമ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ മാസ്റ്ററെ എങ്ങനെ പ്ലീസ് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേൾക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ് നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കുക, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളോട് വായിക്കുക. എന്നാലേ അദ്ദേഹത്തിൻ്റെ മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യുമ്പോൾ ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ദീക്ഷയെടുത്ത ഭക്തൻ്റെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമുക്ക് ഡെയിലി നമ്മൾ കുറച്ച് നേരം നമ്മൾ ലെക്ചേഴ്സ് നമ്മൾ കേൾക്കുക ഉള്ളൊരു ഇത് വയ്ക്കുക. നമ്മൾ ആക്ച്വലി നമ്മൾ ഡെയിലി കുറച്ച് ലെക്ചേഴ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സമയം കണ്ടെത്തുക. അപ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ഞാൻ ആക്ച്വലി 2013 ആദ്യമായിട്ട് എനിക്ക് പൂനെ ഇസ്കോണിൽ പോകാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അതിൽ ഞാൻ നാമം ജപിക്കുകയായിരുന്നു, പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കലി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ വോയിസിൽ നിൽക്കാനുള്ള ഒരാഴ്ച കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് അതായത് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസും, അതായത് കല്യാണം കഴിക്കാത്ത ആൾക്കാരും, പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്, ഒരു ചെറിയൊരു സെൻ്ററാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പലപ്പോഴും പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രസാദം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ അവർക്കുള്ള പ്രസാദം അവരവിടെ കുക്ക് ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന ഈ വോയിസുള്ള സ്റ്റുഡൻസും പിന്നെ ബാക്കിയുള്ള ഈ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരൊക്കെ എന്ത് ചെയ്യും? അവർ രാവിലെ നേരത്തെ എണീക്കും, മംഗലാരതി അറ്റൻഡ് ചെയ്യും, പിന്നെ അവർ നാമം ജപിക്കും, പിന്നെ അതിനുശേഷം അവർ ചെറിയൊരു ഭാഗവത ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്താ ചെയ്യുക? അവർ ജോലിക്ക് പോകേണ്ട ആൾക്കാർ പ്രസാദം കഴിച്ച് ജോലിക്ക് കൊണ്ടൊരു ജോലിക്ക് പോകും, പിന്നെ കോളേജിൽ പോകേണ്ട ആൾക്കാർ കോളേജിൽ പോകും. ഇത് വൈകുന്നേരം തിരിച്ചു വന്ന ശേഷം കുട്ടികൾ എന്ത് ചെയ്യും? പഠിക്കേണ്ട കുട്ടികൾക്ക് അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട്, അവർ പഠിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്കൊരു സാധന ചാർട്ട് പോലെ കൊടുക്കും. അപ്പോൾ അതിന് ഒരു ചാൻറ്റിങ് 16 മാല എത്ര മണിക്ക് ജപിക്കുന്നു, ഡെയിലി റീഡിങ്ങിന് എത്ര സമയം കൊടുക്കുന്നു, പിന്നെ ഹിയറിങ്, അപ്പോൾ അതിന് പ്രൂഫാദ ലെക്ചേഴ്സ് എത്ര നിങ്ങൾ കേട്ടു, പിന്നെ നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ലെക്ചേഴ്സ് എത്ര കേട്ടു ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധന ചാർട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. നമ്മൾ ഡെയിലി നമ്മൾ ലെക്ചേഴ്സ് കേൾക്കുന്നത്, ബുക്സ് വായിക്കുന്നതൊക്കെ. നമ്മൾ അങ്ങനെ ഒരു ടൈം നമ്മൾ കണ്ടെത്തണം ആക്ച്വലി വന്നിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കൃഷ്ണഭക്തിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ടൈം നോക്കണം. അതാണ് നമ്മുടെ സാധാരണ സമയം. നമ്മൾ 16 മാല ജപിക്കുക, ശീലപ്രഭുവിൻ്റെ പുസ്തകങ്ങൾ നമ്മളായിട്ട് വായിക്കുക, അതിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തുക, പിന്നെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ശീലപ്രഭുവിൻ്റെ ലെക്ചേഴ്സ് കേൾക്കുക. അങ്ങനെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇപ്പോൾ ചാൻഡിങ് നമ്മൾ 2 മണിക്കൂറും പിന്നെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ബാക്കി റീഡിങ് പ്ലസ് ഹിയറിങ്ങിന് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ടും ആക്ച്വലി പ്രഭുപാദിൻ്റെയും ഗുരുവിൻ്റെ വാണി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സെൽഫ് പ്യൂരിഫിക്കേഷൻ നടക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, അപ്പോൾ എൻ്റെ അവബോധം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഡെയിലി നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രവൃത്തിയിൽ വിലവിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ജസ്റ്റ് നമ്മൾ നാമം ജപിക്കും, ചിലപ്പോൾ പ്രഭുപാദിൻ്റെ ബുക്സ് വായിക്കുന്നില്ല, ലെക്ചേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ഡ്രൈ ആയിട്ട് മാറും കുറേ കഴിയുമ്പോൾ. അത് എപ്പോഴും നമുക്ക് അതിനൊരു എന്താ പറയുക, ഒരു എന്തൂസിയാസവും അതൊരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പോകും. നമുക്ക് അത് നല്ലൊരു ഇതാണ്. അപ്പോൾ എനിക്കത് തോന്നി, ഞാനത് പ്രാക്ടീസ് ചെയ്യണം, പക്ഷേ ഞാൻ സാധന ചാർട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഞാൻ കുറേ കാലം അത് ഫോളോ ചെയ്തു. അങ്ങനെ അത് ഫോളോ ചെയ്തപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു പ്രാക്ടീസായിട്ട് മാറി. നമ്മൾ ഡെയിലി കുറച്ച് ലെക്ചേഴ്സ് കേൾക്കുക ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളത് കൊണ്ടുവരാം നമ്മുടെ ലൈഫിൽ. നമ്മൾ അതിനു വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഒരിക്കലും സ്പിരിച്വൽ ലൈഫ് ഓട്ടോമാറ്റിക് അല്ല. നമ്മളിപ്പോൾ ദീക്ഷ എടുത്തു, ഇത് ചെയ്തു, സേവനം ചെയ്തു, അപ്പോൾ നമ്മൾ കൃഷ്ണഭക്തിയിൽ എത്തുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഓരോ നിമിഷവും എൻ്റെ പറയുന്നതാണ്
ആചാര്യന്മാർ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ കൃഷ്ണനടുത്തുള്ള സ്നേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എത്രത്തോളം നാമം ജീവിക്കുന്ന സമയം കൊടുക്കുന്നു, എത്രത്തോളം പ്രഭുപാദിൻ്റെ ബുക്സ് വായിക്കാൻ സമയം കൊടുക്കുന്നു, എത്രത്തോളം കൃഷ്ണപരി കേൾക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത്രത്തോളം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ സമയം നമ്മൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അത് നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ അത്രത്തോളം ഭഗവാന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. നമ്മൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ലൈഫിൽ എന്താ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രഭു എപ്പോഴും അത് മനസ്സിലാക്കാം. സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻസ്ട്രക്ഷൻസ് എന്താണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ എന്താ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ് കേൾക്കുക, റെക്കോർഡ് ലെക്ചേഴ്സ് കേൾക്കുക, അദ്ദേഹത്തിൻ്റെ ലൈവ് ലെക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അദ്ദേഹത്തിൻ്റെ കോഡ്സ് വായിക്കുക, പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ലിറ്ററേച്ചേഴ്സ് നമ്മൾ വായിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രഭു അത് പ്രഭു അതിനുള്ളൊരു സമയം എപ്പോഴും കണ്ടെത്തും. പ്രഭുവിൻ്റെ അപ്പോൾ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ ടൈം കണ്ടെത്തുന്ന ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ഫോളോ ചെയ്യാം. ഞാൻ ഇത്ര നേരം നാമജപത്തിന് ഇത്ര സമയം കൊടുക്കാം, പിന്നെ ബുക്സ് വായിക്കാൻ ഇത്ര സമയം കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് അങ്ങനെ പെർഫെക്ഷനിലോട്ട് മെല്ലെ എത്താൻ സാധിക്കും. മാജി ഓക്കെ മാജി ശരി ഓക്കെ ഓക്കെ മാജി ശരി ശരി ഓക്കെ ഓക്കെ മാജി ശരി മാജി. സിമ്പിളാണ് മാജി. നമോ വിഷ്ണു പാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ രാധാനാഥ സ്വാമി ഇതിനാമിനി. അതാണ് പ്രണാമം മാജി. താങ്ക് യു മാജി. എന്തുകൊണ്ടാണ് ഡിവോട്ടീസ് അവരവരുടെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ മന്ത്രം പതുക്കെ ജപിക്കാൻ ഉച്ചത്തിൽ ജപിക്കാമോ, അതിനെക്കുറിച്ച്? ഓക്കെ, ചോദ്യം എന്തുകൊണ്ടാണ് അവരവരുടെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ മന്ത്രം ചില പതുക്കെ ജപിക്കാമോ കുറച്ച് ജപിക്കാമോ ഉള്ളത് പറഞ്ഞു. അപ്പം ജനറലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും പല സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ ഡിസൈബിൾസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജനറലി നമ്മൾ വ്യാസപൂജയുടെ അന്നാണ് നമുക്ക് പബ്ലിക്കായിട്ട് നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ പ്രണാമമന്ത്രം നമ്മൾ ജപിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രൂവ് കണ്ടിട്ടുണ്ട് നമ്മൾ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇസ്കോൺ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പല സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഈക്വലി നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ജനറലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറലി ഇപ്പോൾ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ഇവിടെ പല സ്പിരിച്വൽ മാസ്റ്റർ ഡിസേബിൾസ് ഉള്ള സമയത്ത് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ നമ്മൾ പതുക്കെയാണ് ജപിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് സീനിയർ ഡിവോട്ടീസിൽ കണ്ടിട്ടുള്ളത്. അപ്പം അതിനുശേഷം പ്രഭുപാദിൻ്റെ പ്രണാമന്ത്രം നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നുള്ള ഒരു തത്വം കൂടിയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ അവിടെ എല്ലാ സ്പിരിച്വൽ മാസ്റ്റേഴ്സും ഡിസേബിൾസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു സദസ്സിൽ നമുക്ക് അഭികാമി എന്ന് പറയുന്ന നമ്മൾ ആ സമയത്ത് നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ആ പ്രണാമമന്ത്രം നമ്മൾ പതുക്കെ ജപിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കാനുള്ള കാരണം സ്പിരിച്വൽ മാസ്റ്റർ മന്ത്രം പതുക്കെ ജപിക്കുന്ന ആ മന്ത്രം എനിക്ക് തെറ്റിപ്പോകാം. അല്ല, പ്രഭു ജപിക്കുന്ന സമയത്ത് ജപിക്കാൻ പോകും. ഞാൻ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് പറയുന്നത്. പ്രഭു ഇപ്പോൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് പ്രഭു ജപിക്കുകയല്ല. നമ്മൾ എന്തൊരു ഇത് ചെയ്യുമ്പോഴും പ്രഭു ഇപ്പോൾ നമസ്കരിക്കുന്ന സമയത്തും പ്രഭു ആദ്യം സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ പ്രണാമന്ത്രം പറഞ്ഞ് പ്രഭുപാദ പ്രണാമന്ത്രം പറയുന്നു. അപ്പോൾ എന്തൊരു ഡിവോഷനായിട്ട് എന്ത് സർവീസ് ചെയ്യുമ്പോൾ പ്രഭു പ്രസാദം ഓഫർ ചെയ്യുന്ന സമയത്തും എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രഭു അങ്ങനെ തന്നെ ചെയ്യണം. പ്രഭു നമ്മൾ പ്രഭു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തുള്ള സമയത്ത് പ്രഭു അങ്ങനെ തന്നെ ചെയ്യണം. ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പലപ്പോഴും പതുക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഓരോ ഡിവോട്ടീസിനെ പതുക്കെ അവരുടെ സ്പിരിച്വൽ ചാൻഡിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ ഉച്ചത്തിൽ ജപിക്കാത്തതെന്ന് എനിക്കറിയില്ല. അറിയാൻ ചോദിച്ചു. श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय, समवेत गौर भक्तवृंद की जय, गौर प्रेमानंद।